ഇപ്പം 2 എപ്പിസോഡായിട്ട് ഞാൻ പിന്നെയും ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങുക അല്ലേ. മാതൃഭാഷ നമുക്കൊക്കെ ഏറ്റവും നല്ല വർത്തമാനം പറയാനും നമ്മൾ തമ്മിലുള്ള അടുപ്പം അത് അങ്ങനെ ആ വർത്തമാനം പറയാൻ നല്ലതെന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ എന്തായിട്ട് ഇംഗ്ലീഷ് അങ്ങ് തുടങ്ങുക അല്ലേ. പക്ഷേ എന്നാണെന്നറിയോ, ഇച്ചിരി ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അന്നേരം ഒരു ഇച്ചിരി ഇംഗ്ലീഷൊക്കെ സൈഡിൽ ഇരുന്നോട്ടെ അല്ലേ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ഡേയുടെ അന്ന് നമ്മൾ ശരിക്കും നമ്മുടെ ഡൈനിങ് ടേബിളിൽ നല്ല അസലായിട്ട് ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ തന്നെ വെക്കണം. അതിന് ഞാൻ 1-2 എണ്ണമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എന്നാന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വെച്ച് തീയൽ ക്രിസ്മസിന് ഒക്കുകയല്ല, അതിന് മുന്നേ വെച്ച് എന്നാ പറയുന്നത് കുറുമ നല്ല സാധനം കേട്ടോ. അതും ബ്രെഡും ഒക്കെ വെച്ചേച്ച് ഇങ്ങനെ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി, അപ്പോൾ കട്ട്ലേറ്റ് വെക്കാം, കുറുമ വെക്കാം, പിന്നെ ബ്രെഡ് നല്ല എന്നാ പറയുക സ്ലൈസ് ചെയ്ത് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീറ്റായിട്ട് വെക്കണം. അങ്ങനെയൊക്കെ ഓരോ ഡിഷസ് ആയിട്ട് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്നാണെന്നറിയോ, നല്ല താറാവ് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. താറാവ് റോസ്റ്റ് ബേസിക്കലി നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ഗ്രേവി ഒക്കെ പറയാൻ. പിന്നെ ഈ താറാവ് നമ്മൾ കറി വെക്കുമ്പോഴത്തേനും അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ താറാവ് ചിക്കനെ കൂട്ടല്ല, താറാവ് വാങ്ങിച്ചേച്ച് അതിൻ്റെ തൊലിയും അതിൻ്റെ എന്നാ പറയുന്നത് ഫെതേഴ്സും എല്ലാം ഒന്ന് കളഞ്ഞേച്ചും എത്രയും വേഗം അതിനെ കമ്പാരിറ്റീവ്ലി ചിക്കൻ നോക്കുവാന്നേൽ എത്രയും വേഗം കറി വെക്കണം എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇത് ചേറിക്കിടക്കുന്ന ഒരു ബേർഡ് ആയതുകൊണ്ടും ഒക്കെ ആ അമ്മച്ചിമാർ പറഞ്ഞു തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസിക്കുവാണെങ്കിൽ തന്നെയും അതിനെ ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ ഇട്ട് തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇട്ടേച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചേച്ചാലും മതി. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് താറാവ് റോസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ്. ഞാനൊരു ചെറിയ താറാവിനെയാണ് എടുത്തേക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് എന്നിട്ട് എന്നാ ചെയ്തെന്നറിയാമോ, ഇതിൻ്റെ വേവ് ഇച്ചിരി കൂടുതലാകുന്നതുകൊണ്ട് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞേക്കുന്നത്, കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞ്. ഇപ്പോൾ കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞാലും വലുതാന്നേലും ഇതിന് ബേസിക്കലി കുറച്ച് വേവ് കൂടുതലാണ്. പിന്നെ ഇത് പച്ച ഇറച്ചി അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇച്ചിരി തിളച്ച വെള്ളത്തിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് താറാവ് ഒന്ന് തിളപ്പിച്ചേച്ച് ഊറ്റി വെച്ചേക്കുക. അപ്പം അത്രയും നല്ല അമ്മച്ചിമാരൊക്കെ പറയും നമ്മൾ അനുസരിക്കണ്ടേ. പിന്നെ ഇത് കുറച്ച് സവാള നീളത്തിലരിഞ്ഞതാ. ഇതെന്നാത്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളീ പറയാൻ പോകുന്ന ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ്. ഇതിപ്പോൾ 2 വലിയ സവാള, അതായത് ഗ്രേവി എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ എടുത്തോണം. പിന്നെ കുറച്ച് പച്ചമുളകും ഇതേപോലെ ഞാൻ പറയുക നമുക്ക് എരിവ് അനുസരിച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ, ഇതും ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ആയാണ് ഞാൻ എടുത്തത്. ഇതിപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങാന്നേ. ഈ ഉരുളക്കിഴങ്ങ് എന്നാന്നറിയാവോ, ഞാനിപ്പോൾ ഫിംഗർ ചിപ്സ് പോലെയൊക്കെ മുറിച്ച് വെച്ചേക്കുക. ഇത് ശരിക്കും പച്ച ഉരുളക്കിഴങ്ങല്ല, പുഴുങ്ങി എടുത്തേച്ച് നമ്മൾ ഇത് ഫിംഗർ ചിപ്സ് പോലെ മുറിച്ച് വെച്ചേക്കുന്ന. ഇത് ഇച്ചിരി കറിവേപ്പിലയാണ്. അത് പിന്നെ നമുക്ക് എത്രയായാലും താറാവ് റോസ്റ്റിന് കറിവേപ്പില ഇല്ലെങ്കിൽ ഒക്കുകയില്ല. പിന്നെ ഇത്രയും കറിവേപ്പില നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുത്തോ. ഇത് ഇച്ചിരി വിനാഗിരിയാണ് വേണ്ടിയേ. വിനാഗിരി ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി, കാരണം ടൊമാറ്റോ ബേസിക്കലി പുളിയാണ്. അന്നേരം 1 ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് ഉപ്പ്. പിന്നെ ഉപ്പ് എന്നാന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക. ഇറച്ചി വേവിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം, അതല്ല പിന്നെ ഗ്രേവിയിൽ ചേർക്കുവാണെങ്കിൽ അങ്ങനെ. കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇത് എന്നാന്ന് വെച്ചാൽ നെയ്യാണ്. ഈ ദിവസവും നമ്മൾ ഈ നെയ്യും ബട്ടറും വെളിച്ചെണ്ണയും ഡാൽഡയും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ബേസിക്കലി എന്താണെന്നറിയോ, എന്നെ അംഗീകരിച്ച് തന്നേ പറ്റത്തുള്ളൂ. സ്വാദ് പോയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു കാര്യമില്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ഒരു കറക്റ്റ് റേഷ്യോയിൽ തന്നെ പോകുന്നത്. ഇതിപ്പോൾ കറക്റ്റ് റേഷ്യോ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 50-50, അതായത് എത്ര വെളിച്ചെണ്ണ എടുക്കുന്നോ അത്രയും തന്നെ നെയ്യും എടുക്കണം. അതെന്നാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ താറാവ് ഒന്ന് വറുത്ത് കോരാനാ. ഇത് പിന്നെ ഇച്ചിരി കടുക, അത് നമുക്ക് ലാസ്റ്റ് എന്നാ പറയുന്നത് ആ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്തേക്ക് വേണ്ടിയതാണ്. ഇത് ഒരു സെക്ഷൻ, അതായത് നമുക്ക് താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ് ഇത്രയും സാധനം ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് എന്നാന്ന് വെച്ചാൽ ആ താറാവിനകത്തോട്ട് അരച്ച് പുരട്ടാനായിട്ട് വേണ്ടിയതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കത്തുള്ളൂ. എരിവ് നോക്കണം. എന്നാൽ കാശ്മീരി മുളക് പൊടി ഇട്ടാനുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. നല്ല കളർ കിട്ടും, എരിവ് കാണുകയില്ല, ഗ്രേവിക്ക് തിക്നെസ്സും കൂടും. ഇത് ഇച്ചിരി മല്ലിപ്പൊടിയാണ്.
കുറച്ച് വെളുത്തുള്ളി, ഇത് ഞാൻ ചതച്ചിട്ടില്ല, അരിഞ്ഞിട്ടുമില്ല, ചുളയായിട്ട് തന്നെ ഇട്ടേക്കുക. അതൊരു എന്നാ പറയുന്നത്, ഒരു കുടം വെളുത്തുള്ളി എന്നൊക്കെ പറയല്ലേ, അന്നേരം ആ കൂട്ടാം. പക്ഷേ എന്നാൽ ഇത് ഇച്ചിരി കൂടുതലുണ്ട്, അത്രയും വേണ്ട, ഒരു 6 8 അല്ലി മതിയാവും. ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് സവാള തന്നെയാ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു വലിയ സവാള വെച്ചോ. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഇഞ്ചിയാ. ഇത് കുറച്ച് കുരുമുളക് പൊടിയാ. പിന്നെ കുറച്ച് തനി കുരുമുളക് വേണേ. അതെന്നാത്തിനെന്നറിയാവോ, ഗ്രേവിയിൽ ഒന്ന് ചുമ്മാ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കുരുമുളക് കടിക്കാനൊക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് ജീരകം. പെരിഞ്ജീരകവും ജീരകവും എപ്പോഴും 50-50 റേഷ്യോയിലാണ് ഈ സ്പൈസസ് അരയ്ക്കുന്നത്. ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി പറഞ്ഞു തന്നു, അതേപോലെ ആ പെരട്ടാനുള്ള എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പെരട്ടാൻ പോവുക. അപ്പോൾ ഒരു മിക്സിയിൽ എടുത്തിട്ട് അത് അരയ്ക്കണം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടിയിൽ നിന്ന് തുടങ്ങാം. ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചേക്കുക ഇറച്ചി, അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി, ഒരു 1/2 ടീസ്പൂൺ. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടേക്കണേ. അതേപോലെ മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി, ഒരു 10 അല്ലി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സവാള മൊത്തം ഇടണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടു കേട്ടോ. എന്നാന്നറിയാവോ, നമുക്കത് താറാവ് ഇച്ചിരി വേവ് കൂടുതൽ സാധനമാണ്. മീറ്റ് ഐറ്റംസിന് ബേസിക്കലി ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് കൂട്ടല്ലേ. കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ജീരകം 1 സ്പൂൺ, ഗ്രാമ്പു ഒരു 5-6 എണ്ണം, പട്ട എപ്പോഴും ഒരു കഷ്ണം മതി, ഏലക്ക 5-6 എണ്ണം അല്ല, ഞാൻ കുറച്ച് കൂടുതൽ ഇടുക, പിന്നെ ജീരകം കുറച്ച്. ഇത് ഇത്രയും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഒരു 3 ടീസ്പൂൺ വിനാഗിരിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ സ്പൈസസും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തേക്കുക. ഇനി ഒരു ബൗൾ എടുത്തേച്ച് നമ്മുടെ ഇറച്ചി അതിനകത്തോട്ട് ഇടണം. എന്ന് വെച്ച് നമ്മുടെ ഈ അരപ്പ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടാൻ പോവാം. ഇട്ടാലുണ്ടല്ലോ ബേസിക്കലി പറയുന്നത് എന്നാ, അമ്മച്ചിമാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇറച്ചി പെട്ടെന്ന് വേവുകയല്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇച്ചിരി ഞാൻ ഇട്ടില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതെനിക്ക് കൈവാക്ക് അങ്ങനെ ആയിപ്പോയി, എന്നാ ചെയ്യാനാ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഇറച്ചി നമുക്ക് ഒരിക്കലും ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് വേവിക്കാൻ ഒക്കുകയില്ല. എത്രയായാലും പ്രഷർ കുക്കറിനകത്ത് ഇടാനേ ഒക്കത്തുള്ളൂ. അത്ര വേവുണ്ട് എന്നാ പറയുന്നത് നമ്മുടെ ഈ താറാവിന്. അതുകൊണ്ട് ഞാൻ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അതെല്ലാം കൂടെ പെരട്ടി താറാവിനെ ഞാൻ ഈ കുക്കറിനകത്തോട്ട് ഇട്ടു. പിന്നെ താറാവിന് ബേസിക്കലി വെള്ളം നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചേറ് കിടക്കുന്ന ബേർഡ് ആയതുകൊണ്ട് അതിനകത്ത് നേരത്തെ വേവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി അത് വേവിച്ച് വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുള്ള വെള്ളമാണെങ്കിൽ ഇച്ചിരി അങ്ങ് മാറും. അതുകൊണ്ട് നമ്മളത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം.
നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ച് പാൻ അടുപ്പിൽ വെക്കണം. പാനിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 50-50 റേഷ്യോയിൽ നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ ഇറച്ചി മുഴുവൻ വറുക്കാനുള്ള എണ്ണയല്ലേ, അന്നേരം ഇച്ചിരി വേണം. എന്നാന്ന് വെച്ചാൽ ഒത്തിരി കുറച്ച് പോയാൽ ഒക്കുകയില്ല. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി, നെയ്യൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്. ഇനി ഇത് വറുത്ത് കോരണ്ടേ. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ ഗ്രേവി വേണ്ട, അതിനകത്ത് ഇറച്ചി മാത്രം ഊറ്റിയെടുത്തേച്ച് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. ഈ വറുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മതി. ഒരു ഇച്ചിരി ബ്രൗൺ ഒക്കെ ആയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അന്ന് പറഞ്ഞ പോലെ മതി. നമ്മുടെ താറാവ് റോസ്റ്റിൻ്റെ താറാവ് ഇറച്ചി വേവിച്ച് വെച്ചു. എപ്പോഴും ഇറച്ചിയൊക്കെ ഇങ്ങനെ വേവിച്ച് വെക്കുന്ന കേട്ടോ അതിൻ്റെ രുചി. നമ്മൾ ആ പെരട്ടുന്ന അരപ്പും ഒക്കെ ഉണ്ടല്ലോ, അതിലോട്ട് അങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു എന്നാ പറയുന്നത്, ഒരു പച്ചയിറച്ചിയുടെയൊക്കെ ചുവയൊക്കെ ഒന്ന് മാറും. ആ ഒരു ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ എന്നാ അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടാകുമോ, ഞാൻ ഇപ്പം ഇറച്ചി വറുത്തപ്പോഴത്തേക്ക് ഒരു 5 സ്പൂണ് എണ്ണയും നെയ്യും കൂടി ഒഴിച്ചേക്ക്. ഇതിനകത്തിപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇല്ല, എനിക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ. അപ്പോൾ ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുക. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായ, എണ്ണ ചൂടായ, എല്ലാം ചൂടായി കിടക്കുമല്ലേ. അപ്പം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പം കടുക് നല്ലതായിട്ട് പൊട്ടുക. അന്നേരത്തേക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടണം. സവാള ഇട്ടു. എന്നുവെച്ചാൽ എന്നാ ചെയ്യണ്ടേ, ഒരു 2-3 കഷ്ണം പച്ചമുളക്, അത് കീറി വെച്ചേക്കുന്ന പച്ചമുളക്, അന്നേരം ഒരു 2-3 എണ്ണം ഇട്ടാച്ചാൽ മതി. പച്ചമുളകും ഇട്ടു, നമ്മുടെ സവാള ഇട്ടു. ഇതിനകത്തോട്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ടു. നമ്മൾ എന്നാ പറയുന്നത്, ടൊമാറ്റോ ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. അല്ലെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഈ സമയത്ത്. ഇപ്പം ശരിക്കും ക്രിസ്മസിനൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാട്ടോ ഇത്. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത്രയും ഞാൻ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന എന്നാന്നറിയാവോ, ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ വേറെ ആരും അല്ല കേട്ടോ, പ്രേം പ്രകാശ് ചേട്ടനാണ് നമ്മുടെ ഇന്ന് ഗസ്റ്റായിട്ട് എൻ്റെ അടുക്കളയിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ എന്നെക്കാട്ടും കൂടുതലൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആസ് എ പ്രൊഡ്യൂസർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. പിന്നെ മാത്രമല്ല ഒത്തിരി പേരെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ എൻ്റെ അറിവിൽ ശരിക്കും ഉണ്ടല്ലോ ഒരു നല്ലൊരു പാട്ടുകാരനൊക്കെയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയുവാണെങ്കിൽ പറയണ്ടല്ലോ, നമ്പർ 1 സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്. സഞ്ജു ബോബിയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. പക്ഷെ അദ്ദേഹത്തെ പിള്ളേരെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും ഞാൻ പറയണ്ട, നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു പറയാം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് ഒന്ന് വഴന്നില്ല, ഇച്ചിരി വഴലാനുണ്ട്. ആ സമയത്ത് എന്നാ ചെയ്യുന്നറിയോ, ഇതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഊറി വരുവല്ലേ. ആ സമയത്ത് നമ്മൾ മിക്സിക്കകത്ത് ആദ്യം അരച്ച് വെച്ചേക്കുന്നതിൻ്റെ കുറച്ച് അരപ്പ് ബാക്കി ഇരിപ്പുണ്ട്. ആ അരപ്പിന് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം.
ഞാൻ ഈ ഇട്ട അരപ്പാണെങ്കിൽ നല്ല അസലായിട്ട് മൂക്കണം. ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അതൊരു എന്നാ പറയുന്നത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴറ്റിയേ, അത് മതി. ഒത്തിരി അങ്ങ് വഴറ്റി കഴിഞ്ഞാൽ സ്മാഷ് ചെയ്തായി പോയാൽ പിന്നെ നമുക്ക് ആ ഗ്രേവി കോട്ട് ചെയ്യാനൊന്നും കാണുകയില്ല. അന്നേരം ഈ സമയത്ത് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ നേരത്തെ വേവിച്ചില്ല ഇറച്ചി, അതിൻ്റെ വെള്ളം നമ്മുടെ കുക്കറിലുണ്ട്, അതിനകത്തോട്ട് ഒഴിക്കണം. ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ഞാൻ മിക്സിക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്, അഥവാ നമുക്ക് ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചേച്ചാൽ മാത്രം മതി. ഇതങ്ങോട്ട് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ആ വറുത്ത് വെച്ചേക്കുന്ന താറാവുണ്ടല്ലോ ഇതിനകത്തോട്ട് കിട്ടണം. ഇതിനകത്തോട്ട് ഞാൻ ചേർത്തു. ഇനി എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ഗ്രേവിയും ആ താറാവ് വറുത്തതും എല്ലാം ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലായി. ഇനി എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. താറാവിൽ ആ നമ്മൾ പ്രത്യേകം ചേർത്ത ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം. അതിനായിട്ട് കുറച്ച് സമയം വേണം. അപ്പം നമുക്കൊന്ന് അടച്ചിടാം. നമ്മൾ ആ ഇറച്ചിയെല്ലാം ഇട്ടു. ഗ്രേവി നല്ല തിക്കാവുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പം എന്നാന്നോ പകുതി വേവിച്ച് വെച്ചേക്കുക ഞാൻ ഉരുളക്കിഴങ്ങ്. അന്നേരം ഈ ഗ്രേവിയും ഇറച്ചിയും കൂടെ ഒന്ന് പിടിക്കാനുള്ള ഒരു സമയമില്ലേ, ആ സമയം നമ്മൾ ആ മറ്റേ ഉരുളക്കിഴങ്ങ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. താറാവ് റോസ്റ്റിൻ്റെ ഒക്കെ നല്ല മണം. അതെന്നാന്നറിയോ, നമ്മൾ ഈ ഉരുളക്കിഴങ്ങോട്ട് ഒന്ന് പിടിക്കാൻ വെക്കുകയല്ലേ, അന്നേരത്തേക്കും എന്നാന്ന് പറയുന്നത് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് ആ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ആ മൊരിഞ്ഞ് വരുന്ന സാധനവും കൂടെ നമ്മൾ ഇളക്കി ഈ കറിയിനകത്തോട്ട് ഇടണം. കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഈ ഒരു മണം വരുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാൻ തോന്നുന്നു, ഞാനിടും. ഞാനിതിനൊരു പ്ലേറ്റ് ചെയ്യണ്ടേ, അന്നേരം ഒരു പ്ലേറ്റ് എടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാനിടുമ്പോഴത്തേനുണ്ടല്ലോ തീ ഒത്തിരി സിമ്മാക്കിയേക്കണേ. അല്ലേലും ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുന്നത് ആ വെള്ളമൊക്കെ അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോയേ ഉരുളക്കിഴങ്ങും വേവുകയല്ല, എല്ലാം ഒരു കുളമാവും. പിന്നെ വെള്ളം ഒഴുക്കി വരുന്നുണ്ട്. പല പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ രുചിയൊക്കെ അങ്ങ് പോകും. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു തക്കാളിയോ ഒരു എന്നാ പറയുന്ന ഒരു പച്ചമുളകോ എന്നേലും ഒക്കെ ഉണ്ടോയെന്നെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ചുമ്മാ കേട്ടോ എൻ്റെ കൈ കിട്ടിയതിനെ ഞാൻ ചുമ്മാ അലങ്കരിച്ചെന്നൊക്കെ ഉള്ളൂ. വലിയ കലാബോധമൊന്നും ആയിരിക്കുകയില്ല.